പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കൃഷിസ്ഥലത്തിറങ്ങിയ ആളെയാണ് കാട്ടാന ചവിട്ടിയത്. പരുക്കേറ്റ വാളയാർ സ്വദേശി വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെയാണ് വാളയാർ വാദ്യാർ ചള്ളയിലെ ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയത്. നമുക്ക് ആ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി എത്രമാത്രം ഭീതി പരത്തിയിരിക്കുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കൃഷി വ്യാപകമായിട്ട് കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ രത്നം എന്ന വ്യക്തിയുടെ കൃഷിയിടത്തിലേക്കാണ് കാട്ടാന എത്തിയത്. ഈ കാട്ടാന ഇവിടെ എത്തിയത് അറിഞ്ഞതോടുകൂടെ രത്നവും മകനും കൂടെ ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടി ഇതിനടുത്തേക്ക് എത്തിയപ്പോഴാണ് രത്നത്തിൻ്റെ മകനായ വിജയന് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റ വിജയനെ ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ രത്നം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇത് ആന 4 മണിക്ക് ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നോക്കുമ്പോൾ ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ ആന ഇവിടെ നിന്നു. ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് മുടുക്കി വിട്ടിട്ട് തിരിച്ചു വന്നു. ആന ഞങ്ങളെ മുടുക്കിയിട്ട് വന്നിട്ടാണ് മകൻ വീണത്. സ്ഥിരമായിട്ട് ഇങ്ങനെ കാട്ടാൻ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കൃഷി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് ഓടി വന്നതാണ്? ഞങ്ങളിത് പറഞ്ഞ് ദിവസം വരുന്നതിൽ അവിടെ നിന്ന് ദിവസം ഉറക്കമില്ലാണ്ട് വിളിച്ച് നോക്കുക തന്നെ. ബാറ്ററി അടിച്ച് നോക്കും, ഇറങ്ങിയാൽ വരും, ഇല്ലെങ്കിൽ പോകും. ചുള്ളിമടയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയില്ല, അതേ ആന തന്നെ ഇവിടെ. അവിടെ ഇറങ്ങും, ഇവിടെ വരും, ഇവിടെ ഇറങ്ങും, അവിടെ പോകും. ഇതേ ഒരേ ആന തന്നെ. ഈ ഒരു 10-15 എണ്ണം ഉണ്ട് ഒരു കൂട്ടം. അവർ വാച്ചർമാർ വിളിച്ചാൽ വരും, വന്ന് പടക്കം വയ്ക്കും, പോകും. പിന്നെ ഇന്നലെ ഇവിടെ വെച്ചിട്ട് അവിടെ ഇറങ്ങി പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പറഞ്ഞ് പോയവരാണ്. ചുള്ളിമട. നെല്ല് കതിരായിട്ടുണ്ട്. കതിരായപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോഴാണ് തിന്നാൻ നല്ല പാകം. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ കൊയ്യും. ഇതന്നെ നടക്കണം. വലിയ രീതിയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇതെല്ലാം ഇത് തന്നെ ഇപ്പോൾ നോക്കിയാൽ കാണില്ല. ഇപ്പോൾ നഷ്ടം, ഇതിന് നഷ്ടം. എന്താണ് നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നിങ്ങൾക്കും കൃഷിയൊക്കെ ഉള്ളതാണ്? എനിക്ക് കൃഷിയുണ്ട്. വിജയൻ്റെ തൊട്ട അയൽവാസിയാണ്. മറ്റേ മാസക്കണക്കായി വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഒരു 7 തെങ്ങും തൊട്ട ഒരു 250 വാള എല്ലാം പോയി. ഇപ്പോൾ ഒരു മാസമായിട്ട് കൂടുതലാണ്. ഇവിടെ ചുള്ളിമുട വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ കുറച്ച് വീടുകളേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വീടേ ഉള്ളൂ. നെൽകൃഷി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ശല്യം. മറ്റേ എന്താ പറയുക, സർക്കാർ എന്തെങ്കിലും വേറെ നല്ല വഴി കണ്ടെത്തണം. കൃഷി പോകുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് ജീവന് തന്നെ ഒരു ആശങ്കയാണ്. കൃഷി പോയാലും പോയപ്പെട്ട ആൾക്കാരിപ്പോൾ മരണപ്പെട്ട എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുട്ടിയും മക്കളെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് ചവിട്ടി ആൾ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? പറയും, നമ്മൾ എന്ത് പൈസ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. ജീവൻ പോയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇതിന് നല്ല വഴി കണ്ടെത്തണം. വിജയന് മറ്റേ മക്കളൊക്കെ ഉള്ള? 2 മക്കൾ, ഒരു പെണ്ണ് ഒരു ആണുണ്ട്. എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ എന്താണ്? ഇപ്പോൾ വിളിച്ചില്ല. അപ്ലൈ പോയിട്ട് ഇവിടെ പാലക്കാട് പോയിട്ട് അവിടെ ഇരുന്ന് ട്യൂബിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. ഈ തുമ്പിക്കൈ കൊണ്ട് തട്ടിയതാണ്, മുട്ടിച്ചിട്ട് വന്ന് തട്ടിയതാണ്. മറ്റേ വനംവകുപ്പിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ലേ? അവരെന്താ ചെയ്യുന്നത്? അവർ വന്ന് ആട്ടി വിട്ടിട്ട് പോയത് തന്നെ. എന്നാൽ ഞങ്ങൾ 4 മണിക്ക് വരുമ്പോൾ നാണോ അച്ഛനും മകനും തന്നെ ഉള്ളൂ. അവർ വേറെ സ്ഥലത്ത് ആന ഇറങ്ങി പറഞ്ഞ് പോയി. 3 ഇറങ്ങി നിൽക്കണം. ഞാൻ ബാറ്ററി അടിച്ചിട്ട് വരുമ്പോൾ പോയിട്ട് അവിടെ നിൽಕೊಂಡು വന്നിട്ട് ആന തിരിച്ച് മുടിച്ചതാണ്. അവരെപ്പോഴും വന്ന് ഈ കാട് കയറ്റി വിടുന്നത് പിന്നെയും ഇറങ്ങി വരികയാണ്. പിന്നെയും ഇറങ്ങി വരികയാണ്. കാട് കയറ്റി വിടും, പിന്നെയും ഇറങ്ങി വരും. ഇത് തന്നെ നടക്കണം. ഒരു കൃത്യമായ പരിഹാരം വേണമെന്നാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പരിഹാരം വേണം. ഈ കാണുന്ന കൃഷി നശിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഭീതിയാണ് പ്രദേശത്ത് കാട്ടാന പരത്തിയിരിക്കുന്നതെന്ന്. തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുമ്പോൾ അത് തടയുന്നതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.